പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 3-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ എത്തിച്ചിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ ആരോഗ്യത്തോടും ബലത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ എല്ലാ അവസരങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 29 നാം ഇപ്രകാരം വായിക്കുന്നു: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എഫെസോസിലെ സഭയ്ക്ക് പൗലോസ് കത്ത് എഴുതുകയാണ്. പ്രത്യേകിച്ച് 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പൗലോസ് എന്താണ് അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസി, ഒരു സുവിശേഷകൻ, ഒരു സഭാംഗം എന്തൊക്കെ പാലിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വ്യക്തമാക്കും. പ്രത്യേകാൽ ഇവിടെ പറയുന്നുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുത്, ദൈവഹിതമല്ലാത്തതൊന്നും പാടില്ല. ഇങ്ങനെ എല്ലാ താക്കീതും ഉപദേശവും നിർദ്ദേശവും പ്രബോധനവും കൊടുത്തിട്ട് പറയുകയാണ്, അതെ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ആത്മീക വർധനവ് വരുത്തുന്നത് മാത്രം ആയിരിക്കണം. അല്ലാത്തത് നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല. ഇന്ന് നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ക്യാൻസറിനെക്കാട്ടിലും വളരെ വേഗവും വളരെ ഭീകരവുമായി മറ്റൊരാളെ തകർക്കുവാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഉപകരണം അഥവാ അവയവമാണ് നമ്മുടെ നാവ്. യാക്കോബ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ അവയവമെങ്കിലും അത് വളരെ ഭീകരമായി പ്രവർത്തിക്കുന്നതാണ്. അതെ, ഇന്ന് ഒരാളെ ഇല്ലായ്മ ചെയ്യുവാൻ, തകർക്കുവാൻ വെടിവെക്കുകയോ വിഷം കൊടുക്കുകയോ ബോംബ് വെക്കുകയോ ഒന്നും വേണ്ട. അതിലും വലിയ ആറ്റം ബോംബാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ. അതിന്റെ ഭവിഷ്യത്തൊന്നും അറിയാതെ നാം കണ്ടിട്ടും കേട്ടിട്ടും അറിയാത്തതുമായ കാര്യം ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ മറ്റുള്ളവരോട് അനാവശ്യമായി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വളരെ വ്യാപകമാണ്. സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. വാട്സപ്പ് ചാറ്റുകൾ വളരെ സുലഭമാണ്. വളരെ പെട്ടെന്നാണ് വാർത്തകൾ കൈമറിഞ്ഞു പോകുന്നത്. ഒരാളെ, ഒരു കുടുംബത്തെ, ഒരു പൈതലിനെ, ഒരു ദൈവദാസനെ എന്നു വേണ്ട, ഏത് മേഖലയിലുള്ളവരെ തകർക്കുവാൻ നമ്മുടെ വാക്കുകൾ മതിയാകും. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് മറ്റുള്ളവർക്ക്
കൃപ ലഭിക്കുന്നതായിരിക്കണം. അല്ലാത്തതൊന്നും വരുവാൻ പാടില്ല. അതെ, നമ്മുടെ വായിൽ നിന്നും സ്തോത്രവും സ്തുതികളും ഉയരേണ്ടതിന് പകരം നാം എന്താണ് പറയുന്നത്? ഒരു കാര്യം ഒരാളോട് ഒരു വിധത്തിൽ പറയും, മറ്റൊരാളോട് മറ്റൊരു വിധത്തിൽ പറയും. ഈ രണ്ടു പേരോടും പറഞ്ഞതല്ല മൂന്നാമത് വേറൊരാളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കണം, എല്ലാവരോടും അടുത്തു നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കണം. ഇതാണ് ഇന്നത്തെ ഒട്ടുമുക്കാൽ ആളുകളും ചെയ്തു വരുന്നത്. എന്നിട്ട് ആരും അറിയാതെ രഹസ്യത്തിൽ അവിഖ്യാതി, അനാവശ്യം, നമുക്ക് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും. ദൈവമൈതലേ, നമ്മുടെ ജീവിതം ഇങ്ങനെ ഗോസിപ്പ് പറയുവാനും പറഞ്ഞ് പരത്തുവാനും ഉള്ളതല്ല. പ്രതികൂലമുള്ള ലോകത്തിൽ, പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള ലോകത്തിൽ എത്ര അതിശയകരമായി നമ്മെ ഓരോരുത്തരെയും പോറ്റിപ്പുലർത്തുന്ന ദൈവത്തിന് നന്ദി പറയാനുള്ള നാമാണ്. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് സാക്ഷ്യം പറയുവാനുള്ള നാവാണ്. ഇനി മറ്റൊരു വശം, ദൈവം നമുക്ക് ജീവിതത്തിൽ നന്മകൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി, കുടുംബജീവിതം നൽകി, ജോലി നൽകി, മക്കളെ നൽകി, തലമുറകളെ നൽകി. നമ്മുടെ ആവശ്യങ്ങൾ ഒന്നും മുടങ്ങാതെ അതാത് സമയത്ത് ദൈവം വഴിയൊരുക്കി ഇന്നുവരെ നടത്തി. പക്ഷേ നമുക്ക് അതൊന്നും ഓർമ്മയില്ല. നമ്മൾ അതൊക്കെ അങ്ങ് മറന്നിട്ട് എപ്പോഴും നമ്മൾ പിറുപിറുക്കുകയും പരിതപിക്കുകയും ഒന്നിലും ഒരു സന്തോഷമില്ലാതെ തൃപ്തിയില്ലാതെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നമുക്കിങ്ങനെയാണല്ലോ എന്നിങ്ങനെ പരിതപിക്കുകയാണ്. ഇത് മുഖാന്തരം ദൈവനാമം ഉയരുകയാണോ? കൃപ വളരുകയാണോ? അവരവർ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഇത് പിശാചിന്റെ മറ്റൊരു തന്ത്രമാണ്. ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് നല്ലത് വരികയില്ല. എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള നെഗറ്റീവ് പദങ്ങൾ, ദൈവത്തോടും മനുഷ്യരോടും ഒരു നന്ദിയും ഒരു സ്തോത്രവും ഇല്ലാതെ എപ്പോഴും നമ്മുടെ വായിൽ സങ്കടങ്ങളും പിറുപിറുപ്പുകളും പരാതികളും മാത്രം. ഇതും ശരിയല്ല. അതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. അതുകൊണ്ട് മറ്റൊരാളെ കുറിച്ച് നാം അറിഞ്ഞോ അറിയാതെയോ പറയുന്നത് മാത്രമല്ല, നാം നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയതൊക്കെ മറന്ന് ഇപ്പോഴൊരു ചെറിയ പ്രയാസം, ഒരു രോഗം, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങൾക്കൊരു പ്രയാസം, ഇതൊക്കെ വന്നെന്നിരിക്കാം. കാരണം ഇത് മനുഷ്യജീവിതമാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, എപ്പോഴും തൃപ്തിയിലിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം പിറുപിറുക്കണമെന്നാണോ? ലഭിക്കപ്പെട്ട അനുഭവിച്ച നന്മകൾ മറക്കണമെന്നാണോ? നമ്മുടെ ആത്മീക കൃപ നശിക്കുന്നതിന് ഉതകുന്ന ഇങ്ങനെയുള്ള നന്ദികേടുകളും നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല. നാം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആയിരിക്കുമ്പോൾ മറ്റൊരാളോട് നാം പറയേണ്ടത് എന്താണ്? ദൈവത്തിന്റെ കൃപയാൽ ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ എന്നെ ബലപ്പെടുത്തിയ ദൈവം ഇന്നും ശക്തനാണ്, മതിയായവനാണ്. ആ ദൈവം എന്റെ ഈ കാര്യവും നിർവഹിക്കും. ഇങ്ങനെ പറയുമ്പോൾ പിശാച് തോൽക്കും. അത് കേൾക്കുന്ന ഒരാൾ ദൈവകൃപയിൽ നിലനിൽക്കും. അങ്ങനെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉവ്വ ഉവ്വ എന്നായിരിക്കട്ടെ, ഇല്ല ഇല്ല എന്നായിരിക്കട്ടെ. അതിലുപരിയായി കൃപയോട് കൂടിയതും ഉപ്പിനാൽ
രുചി വരുത്തിയതും ആയിത്തീരട്ടെ. അതുകൊണ്ട് ഈ ശനിയാഴ്ച അതിരാവിലെ ദൈവവചനം നമ്മോട് വളരെ ഹൃദ്യമായി പറയുകയാണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ, ഓരോ പ്രതികരണങ്ങൾ, നമ്മുടെ ദീനരോദനങ്ങൾ, പ്രാർത്ഥനകൾ ദൈവനാമ മഹത്വത്തിനായി തീരണം. കൃപ പെരുകുന്നതായി തീരണം. മറ്റൊരാളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതായി തീരണം. പ്രിയ ദൈവജനമേ, ഒരു മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഇഷ്ടങ്ങളും ഈ ഭൂമിയിൽ പൂർത്തീകരിക്കണം എന്ന് വാശി പിടിക്കരുത്. അങ്ങനെ നമുക്ക് നിർബന്ധമുള്ളവർക്കാണ് ഒന്നിലും സന്തോഷമില്ലാത്തതും തൃപ്തിയില്ലാത്തതും. അല്ല, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ് ദൈവത്തിന്റെ ദാനമാണ്. സമപ്രായക്കാർ, എന്നെക്കാട്ടിൽ പ്രായം കുറഞ്ഞവരൊക്കെ പല ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാനും അതിൽ കൂടെ കടന്നു പോയെങ്കിലും എന്നെ തമ്പുരാൻ നടത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം എന്ന് പറയുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അതെ, നാം ദൈവകൃപയിൽ സമ്പന്നരാണ്. അല്ലാത്തിടത്തോളം കാലം എത്ര പണമുണ്ടായാലും എത്ര ആരോഗ്യമുണ്ടായാലും എന്തെല്ലാം കിട്ടിയാലും നമുക്കൊരിക്കലും മതി വരികയില്ല, തൃപ്തി വരികയില്ല, സന്തോഷമുണ്ടാകുകയില്ല. ആകയാൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ സ്തോത്രത്തിന്റെ, സ്തുതിയുടെ പ്രതികരണങ്ങളാവട്ടെ, മനോഭാവങ്ങളാവട്ടെ, ബഹിർസ്ഫുരണങ്ങളാവട്ടെ. അങ്ങനെ നന്ദിയും സ്തോത്രവും കൃപയും മറ്റുള്ളവരിലേക്ക് പകരത്തക്കവണ്ണം ദൈവകൃപയോടെ ജീവിപ്പാൻ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരമുണ്ടെന്ന് സ്വയം വിലയിരുത്തി ക്രമീകരിക്കണമെങ്കിൽ, തിരുത്തണമെങ്കിൽ ഈ പ്രഭാതത്തിൽ വചനത്തിന് മുൻപാകെ ക്രമീകരിച്ച് തിരുത്തി ഒരു പുതു സമർപ്പണത്തോടെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സർവശക്തനായ ദൈവം ജീവജലം ശ്രമിക്കുന്ന ഏവരെയും ഇടയാക്കട്ടെ. അങ്ങനെ നമ്മുടെ നാവുകൾ ദൈവത്തിന് സ്തുതി പാടുന്നതും മറ്റുള്ളവർ കർത്താവിനെ മഹത്വപ്പെടുവാൻ ഉതകുന്ന വിധത്തിൽ അനുഗ്രഹമേറിയതുമായി സന്തോഷത്തോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരാഴ്ചയുടെ അന്ത്യയിലേക്ക് ഞങ്ങളെ എത്തിച്ചല്ലോ. ഒരാഴ്ച വട്ടം കൂടെ ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചല്ലോ. എല്ലാത്തിനും നന്ദിയുള്ളവരായി ജീവിപ്പാൻ, സ്തോത്രമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. പൗലോസ് അപ്പോസ്തലൻ കൂടെ എഫെസോസിലെ ദൈവജനത്തോട് പറഞ്ഞത് ഇന്ന് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൃപയുള്ളതായി തീരുവാൻ, മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന നന്മയുടെ വാക്കുകളാകുവാൻ ഇടയാകണമേ. അപ്പാ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പിറുപിറുത്തിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പിന്മാറിപ്പോട്ടിട്ടുണ്ട്. അവയെല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഇന്നത്തെ വചനപ്രകാരം ഞങ്ങളുടെ നാവുകളെ, ഞങ്ങളുടെ വാക്കുകളെ, ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ക്രമീകരിപ്പാൻ അടുത്തു വരുന്നു. ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെ ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയിൽ നിലനിർത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് വളരെ വ്യക്തമായി ഉപദേശിച്ചത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവഹിതം, ദൈവനാമ മഹത്വം
കൃപ പകരുന്നത് ദൈവിക സാന്നിധ്യത്താൽ നിറയുന്നത് ആയിരിക്കണം. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും സങ്കടങ്ങളുടെയും മധ്യേ അങ്ങനെ സ്തോത്രത്തോടെ ഇരിക്കുവാൻ നാം ശീലിക്കണം. അങ്ങനെ മറ്റുള്ള അനേകർ അത് കണ്ട് ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇടയാകട്ടെ. അങ്ങനെ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും ദൈവനാമത്തിന്റെ കെട്ടുമണിക്കായി ദൈവരാജ്യത്തിന്റെ വർധനവിനായി നമ്മാൽ ആവോളം നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം ഈ പകലിലും നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.